വേതനവും ബോണസും നിഷേധിക്കുന്ന എയർ ഇന്ത്യ സാറ്റ്സ് മാനേജ്മെന്റിനെതിരെ സംയുക്ത സമരവുമായി തൊഴിലാളികൾ കഴിഞ്ഞ 3 വർഷത്തിലേറെയായി ശമ്പള പരിഷ്കരണം നടത്തിയിട്ടില്ലെന്ന് തൊഴിലാളികൾ ആരോപിച്ചു. മാനേജ്മെന്റ് തൊഴിലാളി വിരുദ്ധ സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും സംയുക്ത സമരസമിതി പറഞ്ഞു. അതേസമയം പ്രതിഷേധം യാത്രക്കാരെയും ബാധിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് ഹരികൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അർദ്ധരാത്രി മുതൽ തുടങ്ങിയ സമരമാണ്. അതായത് ഈ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഏജൻസിയിലെ അത് കൈകാര്യം ചെയ്യുന്ന കരാർ തൊഴിലാളികളാണ് ഇത്തരത്തിലൊരു പണിമുടക്ക് ആരംഭിച്ചിരിക്കുന്നത്. അത് ആദ്യം ഈ പറയുന്നത് പോലെ തന്നെ ഈ വിമാനത്താവളത്തിൽ എത്തിയവരെ വലിയ സാരമായി ബാധിച്ചില്ല എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. പക്ഷേ അതിനുശേഷം ഇത്തരത്തിൽ ബാധിച്ചു എന്നുള്ളതാണ്. ഏതാണ്ട് ഇതിനു മുമ്പ് വന്ന 2 ഫ്ലൈറ്റുകളിലെ യാത്രക്കാർ കുടുങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായി. അതായത് ഈ കാർഗോ, അതായത് ഈ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഒന്നും കറക്റ്റായി നടക്കാത്ത സാഹചര്യത്തിൽ അവരവിടെ കുടുങ്ങുന്ന സാഹചര്യം ഉണ്ടായി. ലാൻഡ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ലേറ്റാവുമെന്ന് പറഞ്ഞു. പക്ഷേ ഏകദേശം 45 മിനിറ്റോളം ഡോറ് തുറക്കാൻ തന്നെ ലേറ്റായി. കുഞ്ഞുങ്ങളായിട്ട് വന്നവരുണ്ട്, പ്രായമായവരുണ്ട്, എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടായിരുന്നു. അത് മിന്നൽ പണിമുടക്കാരെന്നാണ് പറഞ്ഞത്. അവരുടെ പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് ബോണസും ശമ്പളവുമാണ്. അത് പരിഷ്കരിക്കണമെന്ന ആവശ്യമാണ്. ഇന്നലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ചർച്ചകളൊക്കെ നടത്തിയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ആ ചർച്ചകൾക്ക് ശേഷവും അത് പരിഹാരമാകാത്ത സാഹചര്യത്തിലാണ് അവർ പണിമുടക്കിലേക്ക് പോയത് എന്നുള്ളതാണ്. നമ്മൾ പണിമുടക്കാണ്, അനിശ്ചിതകാല പണിമുടക്കാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് നിയമത്തിൻ്റെ പരിധിക്കകത്ത് നിന്നുകൊണ്ട് കത്ത് അവർക്കും കൊടുത്ത് ലേബർ കമ്മീഷണർക്കൊക്കെ കത്ത് കൊടുത്ത് ചെയ്യുന്ന കാര്യമാണ്. സ്വാഭാവികമായും പട്ടിണി കിടക്കുന്ന തൊഴിലാളിക്ക് വേറെ ഒന്നും ചെയ്യാൻ മാർഗമില്ലല്ലോ. അവരുടെ കയ്യിലാണ് ഇരിക്കേണ്ടത്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എയർപോർട്ടിൻ്റെ ഇപ്പോഴത്തെ ഉടമസ്ഥരായ അദാനി മാനേജ്മെൻറ്റും കേരളത്തിലെ വ്യാപാരി സമൂഹവും വിശിഷ്യ ചേംബർ ഓഫ് കോമേഴ്സ് അവരുടെ പ്രതിനിധികളൊക്കെ നമ്മളുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അവരെല്ലാം ഇക്കാര്യത്തിൽ ഇടപെടണം. ഏറ്റവും കുറഞ്ഞ കൂലിയെങ്കിലും കൊടുക്കാൻ, സ്കിൽഡ് തൊഴിലാളികൾക്ക് രാജ്യത്ത് കിട്ടുന്ന കൂലിയിലെ ഏറ്റവും കുറഞ്ഞെങ്കിലും കൊടുക്കാൻ മാനേജ്മെൻറ്റ് തയ്യാറാകണം. ബോണസ് എല്ലാ തൊഴിലാളികൾക്കും കിട്ടുന്നതാണ്. ഈ തൊഴിലാളികൾക്കും ന്യായമായ ബോണസ് നിയമത്തിൻ്റെ പരിധിക്കകത്തുള്ളത്, ഏറ്റവും പരിമിതം, അത് കൊടുക്കാൻ തയ്യാറാകണം എന്നുള്ളേ ഉള്ളൂ. അഹങ്കാരവും ധിക്കാരവും കൊണ്ട് ഈ പ്രശ്നത്തെ പരിഹാരമില്ല. വരും മണിക്കൂറുകളിലും ഇത്തരത്തിൽ പണിമുടക്ക് നടന്നു കഴിഞ്ഞാൽ ഈ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഏജൻസിയുടെ തൊഴിലാളികൾ ഇത്തരത്തിൽ ഒരു പ്രതിഷേധം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് യാത്രികരെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും ഷൈജു ചാവശ്ശേരിക്കൊപ്പം ഹരികൃഷ്ണൻ, 24 തിരുവനന്തപുരം.